ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മോഹൻലാലിൻ്റെ ഒരു ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പാർട്ട് 1 ആയിട്ട് ഔട്ട്ലൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ഈ ഒരു ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗ്രിഡ് ലൈൻസ് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഔട്ട്ലൈൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ആ ഒരു മുടിയുടെ ഭാഗത്താണ് വരച്ച് തുടങ്ങിയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ഭാഗത്ത് നിന്ന് വരച്ച് തുടങ്ങാം. ഞാനിപ്പം എളുപ്പത്തിന് പെട്ടെന്ന് വരച്ച് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ഭാഗത്ത് നിന്ന് വരച്ചാലും കുഴപ്പമില്ല. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ വരയ്ക്കുന്ന ആ ഒരു കോളം കറക്റ്റായിട്ട് എണ്ണിയെടുത്ത് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾ കണ്ണ് വരയ്ക്കുകയാണെങ്കിൽ കണ്ണ് വരുന്ന ഏത് കോളത്തിലാണെങ്കിൽ കറക്റ്റ് ആ കോളം തന്നെ ആയിരിക്കണം നിങ്ങൾ വരയ്ക്കുന്നത്. മാറിപ്പോകാൻ പാടില്ല. മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട്ലൈൻ മൊത്തത്തിൽ മാറിപ്പോകും. പിന്നീട് നിങ്ങൾ വേറെ പേപ്പർ എടുത്ത് ഗ്രിഡ് ലൈൻസ് വരച്ചിട്ട് പിന്നീട് വരയ്ക്കേണ്ടി വരും. അപ്പം ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ തന്നെ വരച്ചാലും മതി. അതായത് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് വരച്ച് തുടങ്ങുന്ന അനുസരിച്ച് ഓരോ കോളം കണ്ടിന്യൂ ചെയ്ത് വരച്ച് പോയാലും മതി. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടമായി നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ മാക്സിമം സമയമെടുത്തും നല്ല രീതിയിലും ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഔട്ട്ലൈൻ നന്നായി വന്നാൽ മാത്രമേ നമുക്ക് ആ ഡ്രോയിങ് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എത്ര സമയത്തിലാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യുമ്പം ശ്രദ്ധയോടെ നല്ല സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ചെയ്യുക. അപ്പോൾ നമ്മളിതിൽ വരയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന പേപ്പർ 80 GSM വരുന്നുള്ളൂ, A4. അപ്പോൾ നമ്മൾ സാധാരണ ഇതിന് മുമ്പത്തെ ഡ്രോയിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഐവറി 210 GSM വരുന്ന പേപ്പറായിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ വരച്ച് തുടങ്ങിയതൊക്കെ ഈ ഒരു പേപ്പറിൽ തന്നെയാണ്. അപ്പം ഈ ഒരു ചാനൽ ഏറ്റവും കൂടുതൽ ഡ്രോ ചെയ്തേക്കുന്ന ഈ ഒരു GSM വരുന്ന പേപ്പറിൽ തന്നെയാണ്. അപ്പം ഐവറി പേപ്പർ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് GSM കുറഞ്ഞ പേപ്പറിലാണെങ്കിൽ നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാൻ സാധിക്കും എന്ന് നിങ്ങൾ കാണിച്ചു തരാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ പേപ്പർ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു GSM തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ യൂസ് ചെയ്തിട്ട് ഈ ഡ്രോയിങ് ചെയ്യാം. ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പേപ്പർ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏതാണ് നല്ല ഡ്രോയിങ് പേപ്പറെന്ന്. ഞാൻ ഇപ്പം ഐവറിയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് വരയ്ക്കാനൊക്കെ പറ്റുന്ന നല്ല പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐവറി പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. 210 GSM പേപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ കട്ടി കുറഞ്ഞ പേപ്പറിലാണെങ്കിൽ നിങ്ങൾക്ക് വരച്ച് പഠിക്കാനൊക്കെ ആണെങ്കിൽ ഈ ഒരു സൈസിലുള്ള പേപ്പറൊക്കെ ആയിരിക്കും നല്ലത്. പിന്നീട് ഒന്ന് വരച്ചൊന്ന് ഇതായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പേപ്പറൊക്കെ മാറ്റി നോക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആറായിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നതാണ്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് മെസ്സേജിന് ചോദിക്കാവുന്നതാണ്, ഞങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും.